പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ ഏതാണ്ട് തിരുവല്ല വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ കുറ്റപ്പുഴ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് പുതിയ തർക്കത്തിലെത്തിയത്. റെയിൽവേ ആദ്യം തയ്യാറാക്കിയ പദ്ധതി മാറ്റി പുതിയത് സമർപ്പിച്ചു. റെയിൽവേ തയ്യാറാക്കിയ പദ്ധതിയിൽ പാലം വളഞ്ഞാണ് വരിക. ഇത് കാരണം സമീപത്തുള്ള സർക്കാർ മന്ദിരങ്ങളടക്കം നിരവധി സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരും. പാലത്തിലൂടെയുള്ള യാത്ര അപകടങ്ങൾ വരുത്തിവെക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. 2-3 പേർ മാത്രം കറക്റ്റ് പറയുകയാണെങ്കിൽ എന്തോ താല്പര്യ കക്ഷികൾ നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ കിട്ടിയിട്ടില്ലെന്ന് അറിയുന്നു. ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിച്ചു. അവർ പറയുന്നത് റെയിൽവേ പാലം ഇപ്പോൾ ഇരിക്കുന്ന പാലം പൊളിച്ച് അവിടെ തന്നെ പണിയണമെന്നാണ്. എന്നാൽ നിലവിലുള്ള പാലത്തിനോട് ചേർന്ന് പുതിയ പാലം പണിതാൽ മതിയെന്നും പാതയുടെ അലൈൻമെന്റ് മാറ്റേണ്ടതില്ലെന്നും ഒരു വിഭാഗം നാട്ടുകാർ വാദിക്കുന്നു. അപ്രോച്ച് റോഡ് 2 സൈഡിലും ഏകദേശം 80 അടിയോളം നീളം മാത്രം റെയിൽവേ എടുത്തിരിക്കുന്നതായ സ്ഥലത്തുകൂടെ നടത്തേണ്ടതായിട്ട് വരും. അത് വളവ് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ചരിവും വളവും വളരെ അപകടകരമായ വിധത്തിൽ സൃഷ്ടിക്കുന്നതും. റെയിൽവേയുടെ പദ്ധതിയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി നേരെയുള്ള പാലം സാധ്യമാണെന്ന് കാട്ടി തിരുവല്ല എഞ്ചിനീയർ സെന്റർ രംഗത്ത് വന്നു. നീളം കൂടിയ പുതിയ പാലം നിലവിലുള്ള പാലത്തിലൂടെ തന്നെ വന്നാൽ ഇപ്പോഴുള്ള ചെറിയ വളവ് കൂടി നിവർത്തി ഈ പ്രദേശത്ത് റെയിൽവേയെ നേരെയാക്കാൻ കഴിയുമെന്നും ഇവർ പറയുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് എഞ്ചിനീയർ സെന്റർ റെയിൽവേയുമായി അനൌദ്യോഗികമായി ചർച്ച നടത്തുകയും ചെയ്തു. റെയിൽവേയുടെ താൽപര്യവും ലാഭകരവുമായി ഈ പദ്ധതി അംഗീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ 1, പത്തനംതിട്ട.